അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1930. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ നടക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ഗോത്രകലകൾ കലോത്സവ വേദിയിൽ എത്തിയപ്പോൾ കാണികൾ ആവേശപൂർവ്വം സ്വീകരിച്ചു. ജീവിതത്തോട് സഹനസമരം ചെയ്ത അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കലകൾ കൂടി കലോത്സവ വേദിയിൽ എത്തിയത് വിപ്ലവകരമായ മാറ്റം കൂടിയായി. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സംഘനൃത്തത്തിൽ ആതിഥേയരുടെ ആധിപത്യം. പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയത്. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ സെന്റ് പോൾ സ്കൂൾ റോഡിലേക്ക് വാടക ക്വാർട്ടേഴ്സിൽ നിന്നും മലിനജലം ഒഴുക്കിവിട്ടത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കെട്ടിട ഉടമയെ വിളിച്ചു വരുത്തി ജനങ്ങളുടെ പരാതിക്ക് പരിഹാരം കാണാൻ ആവശ്യപ്പെട്ടു. ഡിസംബർ 5 നടക്കുന്ന സംയുക്ത ചുമട്ടുതൊഴിലാളി പണിമുടക്കിനും കണ്ണൂർ കളക്ടറേറ്റിലേക്ക് സംഘടിപ്പിക്കുന്ന മാർച്ചിനും മുന്നോടിയായി സംയുക്ത ചുമട്ടുതൊഴിലാളി കൺവെൻഷൻ നടന്നു. പയ്യന്നൂർ കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കരിവെള്ളൂർ പലിയേരിക്കോവലിൽ പോലീസുകാരി വെട്ടേറ്റു മരിച്ചു. പലിയേരിയിലെ ദിവ്യയാണ് മരണപ്പെട്ടത്. ഭർത്താവ് രാജേഷാണ് അക്രമം നടത്തിയത്. ദിവ്യയുടെ പിതാവ് വാസുവിനും മറ്റൊരാൾക്കും വെട്ടേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി കലോത്സവ വാർത്തകൾ. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പയ്യന്നൂരിൽ പുരോഗമിക്കുന്നു. കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ഗോത്രകലകൾ കലോത്സവ വേദിയിൽ എത്തിയപ്പോൾ കാണികൾ ആവേശപൂർവ്വം സ്വീകരിച്ചു. ഇക്കൊല്ലം കലോത്സവത്തിലെത്തിയ കലാരൂപമായ മംഗലം കളി തനതു ഭംഗി കൊണ്ട് അനുവാചകരുടെ ശ്രദ്ധ നേടുന്ന കാഴ്ചയാണ് നഗരിയിൽ കണ്ടത്. ജീവിതത്തോട് സഹനസമരം ചെയ്ത അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കലകൾ കൂടി കലോത്സവ വേദിയിൽ എത്തിയത് വിപ്ലവകരമായ മാറ്റവും ജനകീയവുമായി തീർന്നു. മാവിലൻ സമുദായക്കാരുടെ ഇടയിൽ കണ്ടുവരുന്ന നൃത്തരൂപമാണ് മംഗലം കളി. പേര് സൂചിപ്പിക്കുന്നത് പോലെ കല്യാണ പന്തലിൽ അരങ്ങേറുന്ന ഒരു കലാരൂപമാണിത്. പന്തലിനു ചുറ്റുമുള്ള തൂണിലാണ് കളിക്കാർ നൃത്തം വെക്കുന്നത്. മംഗലം കളിയിൽ പൊതുവെ തുടിയാണ് ഉപയോഗിക്കുന്നത്. ഇത്തവണ കലോത്സവത്തിലെത്തിയ ഒരു ഇനമാണ് മംഗലം കളി. മംഗലം കളി സദസ്സിന്റെ പ്രശംസ ഏറെ പിടിച്ചുപറ്റുകയും ചെയ്തു. ഒരു ഗോത്രകലയായതുകൊണ്ട് തന്നെ ഈ കളിയിൽ ആ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് തങ്ങൾ പങ്കെടുപ്പിക്കുന്നതെന്ന് മയ്യിൽ IMNS GHS സ്കൂളിലെ ടീച്ചറായ ജീന KP പറയുന്നു. കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ മലയോര പ്രദേശങ്ങളിലുള്ള മാവിലൻ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാർ അവരുടെ കല്യാണ ദിവസങ്ങളിൽ നടത്തുന്ന ഒരു കളിയാണ് മംഗലകളി. ഇതാദ്യമായിട്ടാണ് ഈ വർഷം നമ്മുടെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ സ്കൂളിൽ നിന്നും അങ്ങനെ ഒരു ടീമിലൂടെ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ നമ്മുടെ ഈ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ തന്നെ അവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വിഭാഗത്തിലെ കുട്ടികൾക്ക് ഒരു അവസരം നൽകാൻ വേണ്ടി അവരെ തന്നെ സെലക്ട് ചെയ്ത് നമ്മൾ ഈ വർഷം പങ്കെടുക്കാൻ ഇതിൻ്റെ ജില്ലാ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂരിൽ നടക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ കലോത്സവ നഗരിയിൽ എത്തുന്ന മുഴുവൻ പേർക്കും ഭക്ഷണം നൽകാൻ സദാ ജാഗരൂകരെന്ന് ഭക്ഷണ കമ്മിറ്റി. പ്രഥമൻ ഉൾപ്പെടെയുള്ള സദ്യയാണ് ഇന്ന് ഒരുക്കിയിരുന്നത്. ഇന്ന് കലോത്സവത്തിൻ്റെ 3ാം ദിവസമാണ്. ഭക്ഷണ കമ്മിറ്റി എല്ലാ സന്നാഹത്തോടും ഇതിനെ സമീപിച്ചിരിക്കുകയാണ്. ഇന്ന് 6000-ലധികം ആളുകൾ ഭക്ഷണം കഴിക്കും. പയ്യന്നൂരിൻ്റെ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള
പരിപ്പ് പ്രഥമനാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. എല്ലാ ദിവസവും വ്യത്യസ്ത തരം പായസം ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി ഭക്ഷണ കമ്മിറ്റി നൽകും. സമ്പൂർണ്ണ ശുചിത്വവും അതോടൊപ്പം മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ക്യാമ്പയിൻ്റെയും കൂടി ഭാഗമായി ഈ കലോത്സവ വേദിയും ഭക്ഷണശാലയും മാറ്റിയെടുക്കാൻ വേണ്ടി ഭക്ഷണ കമ്മിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പരമാവധി ഇല ഉപയോഗം കുറച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം പ്ലേറ്റിലാണ്, ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലേറ്റാണ്. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ക്യൂ പോലും ഇല്ലാതെ ക്യൂവിൽ ഒരാൾ പോലും ഒരു മിനിറ്റ് പോലും ക്യൂവിൽ നിൽക്കാത്ത രൂപത്തിലേക്കുള്ളൊരു സംവിധാനം ഭക്ഷണ കമ്മിറ്റിയുടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. 100 കണക്കിന് അധ്യാപികമാരും അധ്യാപകരും ഒക്കെ തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. വളരെ കൃത്യമായി ഒരു പ്രയാസമില്ലാതെ ഏറ്റവും രുചികരമായ ഭക്ഷണം ഇവിടെ എത്തുന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും വിധികർത്താക്കൾക്കും ഇതിൻ്റെ സംഘാടകർക്കും നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഈ പാചകം ചെയ്യുന്നത് ഈ രംഗത്തെ ഏറ്റവും വിദഗ്ധനായുള്ള ദേവു ദാമോദർ പുഴകളാണ്. അദ്ദേഹം പാചകരത്നം അവാർഡ് കിട്ടിയ ആളാണ്. നിരവധി കലോത്സവങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്ത് വിതരണം നടത്തിയ അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും ഈ കലോത്സവത്തിൻ്റെ ഭക്ഷണ കമ്മിറ്റിയെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിൻ്റെ സംഘാടക സമിതിയെക്കുറിച്ച് പറയുമ്പോൾ പയ്യന്നൂർ നഗരസഭ ഏറ്റവും വലിയ പിന്തുണ ഈ ഭക്ഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പയ്യന്നൂരിൻ്റെ MLA അദ്ദേഹം നിരന്തരം ഈ ഓരോ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വളരെ കൃത്യമായി ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ആവേശകരമായ ഏറ്റവും കൃത്യമായൊരു ഇടപെടലിൻ്റെ ഭാഗമായി കൊടുക്കാൻ ഇതുവരെ പരാതി ഇല്ലാത്ത രൂപത്തിൽ ഭക്ഷണ കമ്മിറ്റി മുന്നോട്ട് പോയിട്ടുണ്ട്. തുടർ ദിവസങ്ങളിൽ മാധ്യമങ്ങളോ നല്ല സഹായം, ഞങ്ങൾക്ക് നല്ല പ്രചരണം മാധ്യമ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകും. നാളെ KSTയുടെ ഇന്ന് സംഘടനയാണ് ഈ ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്നത്. വളരെ കൃത്യം നാളെ അധ്യാപികമാരാണ് ഈ ഭക്ഷണ വിതരണത്തിന് പൂർണ്ണമായ ചുമതല ഏറ്റെടുത്ത് 100-200 അധ്യാപികമാർ നാളെ ഭക്ഷണ വിതരണം നടത്തും. ഒരു പ്രയാസവുമില്ലാതെ ഏറ്റവും കൃത്യമായ ഇടപെടലൂടെ ഇവിടെ എത്തുന്ന ആളുകൾ വയറ് നിറച്ച് പോകാനുള്ള സംവിധാനം നമുക്ക്. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒരു വിനോദ കലയാണ് മാർഗം കളി. ഓരോ വർഷം കഴിയും തോറും മത്സരാർത്ഥികൾ കുറയുകയാണെന്ന് പരിശീലകർ പറയുന്നു. മാവിലൻ സമുദായക്കാരുടെ ഇടയിൽ കണ്ടുവരുന്ന നൃത്തരൂപമാണ് മംഗലം കളി. പേര് സൂചിപ്പിക്കുന്നത് പോലെ കല്യാണ പന്തലിൽ അരങ്ങേറുന്ന ഒരു കലാരൂപമാണിത്. പന്തലിന് ചുറ്റുമുള്ള തൂണിലാണ് കളിക്കാർ നൃത്തം വെക്കുന്നത്. മംഗലം കളിയിൽ പൊതുവെ തുടിയാണ് ഉപയോഗിക്കുന്നത്. ഇത്തവണ കലോത്സവത്തിലെത്തിയ ഒരു ഇനമാണ് മംഗലം കളി. മംഗലം കളി സദസ്സിന്റെ പ്രശംസ ഏറെ പിടിച്ചുപറ്റുകയും ചെയ്തു. ഒരു ഗോത്രകലയായതുകൊണ്ട് തന്നെ ഈ കളിയിൽ ആ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് തങ്ങൾ പങ്കെടുപ്പിക്കുന്നതെന്ന് മയ്യിൽ IMNS GHS സ്കൂളിലെ ടീച്ചറായ ജീന KP പറയുന്നു. കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ മലയോര പ്രദേശങ്ങളിലുള്ള മാവിലൻ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാർ ഇവരുടെ കല്യാണ ദിവസങ്ങളിൽ നടത്തുന്ന ഒരു കളിയാണ് മംഗലം കളി. ഇതാദ്യമായിട്ടാണ് ഈ വർഷം നമ്മുടെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ സ്കൂളിൽ നിന്നും അങ്ങനെ ഒരു ടീം ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ നമ്മുടെ ഈ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ തന്നെ അവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വിഭാഗത്തിൻ്റെ കുട്ടികൾക്കൊരു അവസരം നൽകാൻ വേണ്ടി അവരെ തന്നെ സെലക്ട് ചെയ്ത് നമ്മൾ ഈ വർഷം പങ്കെടുക്കാൻ ഇതിൻ്റെ ജില്ലാ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സംഘനൃത്തത്തിൽ ആതിഥേയരുടെ ആധിപത്യം. പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടിയത്. സംഘനൃത്ത മത്സരത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടിയ പയ്യന്നൂർ സെന്റ് മേരീസിലെ കുട്ടികളാണ്. നമ്മൾ ആതിഥേയരാണല്ലേ, നമുക്ക് തന്നെ ഫസ്റ്റ് A ഗ്രേഡ് വന്നു. എത്രത്തോളം സന്തോഷമുണ്ട് മോളെ? ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു 0.5 മാർക്കിനാണ് നമുക്ക് ഫസ്റ്റ് നഷ്ടപ്പെട്ടത്. തള്ളിയതാണ് നമ്മളെ. സ്റ്റേറ്റിൽ പോയി അത് തിരിച്ചു പിടിച്ചെങ്കിലും ഇപ്രാവശ്യം ഫസ്റ്റോടെ നമുക്ക് സ്റ്റേറ്റിൽ പോകാൻ പറ്റി. അയ്യോ, വലിയ സന്തോഷം. മാഡം പറയൂ, ആരാണ് എങ്ങനെയാണെന്നൊക്കെ കാര്യം. മക്കളെ കഴിഞ്ഞ 3 വർഷമായി നിരന്തരമായിട്ട് സ്റ്റേറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 വർഷം അപ്പീലിലൂടെയാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റിലെത്താൻ പറ്റിയത്. പക്ഷേ ഈ വർഷം നേരിട്ട് ഞങ്ങൾക്ക് 1ാം സ്ഥാനം കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ 6 മാസത്തെ കഠിന പരിശ്രമം ഈ കുട്ടികളെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. അത്രയും ആത്മാർത്ഥമായ
അധ്വാനം ഈ മക്കളുടെ ഭാഗത്തുനിന്നുണ്ട്. ഒപ്പം ഞങ്ങളുടെ മാഷിനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. വളരെ ആത്മാർത്ഥതയുള്ള എപ്പോഴും ഞങ്ങളോടൊപ്പമായിരിക്കുന്ന സനൽ മാഷിനെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതെ, ഈ കുട്ടികളെ ഇത്രയും ചടുലമായ സ്റ്റെപ്സ് ഒക്കെ പഠിപ്പിക്കാന്ന് വെച്ചാൽ കുറച്ച് ശ്രമകരമായ ദൗത്യമാണ്. എങ്ങനെയായിരുന്നു നമ്മുടെ കുട്ടികൾ? വളരെ അച്ചടക്കത്തോടു കൂടി പഠിക്കുന്ന കുട്ടികളാണോ? ഇവരൊറ്റ കഴിവ് മാത്രം കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. ഈസി ആയിരുന്നു. ഞാൻ ഇത്ര 5-6 ക്ലാസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇവർ തന്നെ ചെയ്തെടുത്ത സാധനമാണ്. സാധാരണ ഇവർ പറഞ്ഞു അപ്പീലിലൂടെയായിരുന്നു നമ്മൾ ഇതുവരെ സ്റ്റേറ്റിലോട്ട് പോയതെന്ന്. ഇപ്രാവശ്യം ഇത് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മാഷിന്? പ്രതീക്ഷ എല്ലാ വർഷവും പ്രതീക്ഷ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടുത്തെ റിസൾട്ട് അങ്ങനെയല്ല. നമ്മൾ വിചാരിച്ചതിനേക്കാളും വേറെയാണ് പോവാറ്. തവണ എന്തോ ഭാഗ്യത്തിന് കിട്ടി. സംഘനൃത്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ഗ്ലാമർ ആയിട്ടുള്ള ഒരു ഇനമാണ്. അപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ വേദിക്ക് മുന്നിൽ ഉണ്ടാകുന്ന ഒരു ഇടം കൂടിയാണ് സംഘനൃത്തത്തിന്റെ വേദി എന്ന് പറയുമ്പോൾ. എങ്ങനെയായിരുന്നു ഒരു നിറഞ്ഞ സദസ്സിന് മുമ്പ് കളിക്കുമ്പോൾ എന്തുണ്ടായിരുന്നു? ഭയങ്കര കോൺഫിഡൻസ് കിട്ടി. പയ്യന്നൂരായതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു. ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇത്രയും വലിയ കിരീടമൊക്കെ വെച്ച് ഇത്രയും വലിയ കഠിനമായ സ്റ്റെപ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു പറ്റിയത്? നമുക്ക് പ്രാക്ടീസ് ആണ്. പിന്നെ എല്ലാവരും സ്കൂളിൻ്റെ ആയാലും മാഷിൻ്റെ ആയാലും സിസ്റ്ററേയും ടീച്ചേഴ്സിനും എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതെ, നിങ്ങളുടെ മാഷ് പറഞ്ഞു ഞാൻ പഠിപ്പിച്ചത് 3-4 ക്ലാസ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ കഠിന ശ്രമം തന്നെയായിരുന്നു. നമ്മൾ ദൈവത്തിന് നല്ലോണം നമ്മൾ പകുതി നമ്മൾ താൻപാതി ദൈവം പറഞ്ഞായതുകൊണ്ട് തന്നെ നമ്മൾ പകുതി നമ്മൾ ചെയ്തു, ബാക്കി ദൈവം ചെയ്തു. വൈദേഹി, ശിവന്യ, വേദ, മഞ്ജുശ്രീ, സാധിക, ശ്രീനന്ദ, നിവേദിത. അപ്പൊ ഇവരാണ് ആ ചുണക്കുട്ടികള്. കൃത്യമായും ബാക്കി ഇവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടണം അല്ലേ? പറഞ്ഞു. എൻ്റെ പേര് ബിജി, സെന്റ് മേരീസ് ടീച്ചറാണ്. ഞാൻ സിസ്റ്റർ ജീവ, സിസ്റ്റർ കൃപ, പൂർണിമ സെന്റ് മേരീസിലെ ടീച്ചറാണ്. ഞാൻ സന്തോഷ്, പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറാണ് സെന്റ് മേരീസ്. ഞാൻ സുധീ മാഷ്, സെന്റ് മേരീസ് മാഷിനെ വന്നു അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ മഞ്ജുശ്രീനെ പറ്റി പറയാനുണ്ട്. മഞ്ജുശ്രീ ഭരതനാട്യത്തിലും കൂടി ഫസ്റ്റ് ഉണ്ട്. മഞ്ജുശ്രീക്ക് ഭരതനാട്യത്തിൽ കൂടി ഫസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവര് ചുണക്കുട്ടികളാണോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ടീച്ചേഴ്സിന്റെയും അതുപോലെ ഇവരെ പഠിപ്പിച്ച ഗുരുനാഥന്റെയും ഒക്കെ ദൈവത്തിന്റെയും കൂടി കടാക്ഷമുണ്ട് എന്ന് പറയുന്നു. ഇവര് കൃത്യമായി അവരുടെ ദൗത്യം നിർവഹിച്ചിരിക്കുന്നു. ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിരിക്കുന്നു. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ നികേഷ് താവത്തിനൊപ്പം നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി KN വർഷ. കലോത്സവ നഗരിയിലെത്തുന്നവർക്ക് ഊഷ്മളമായ സ്വീകരണം നൽകുകയാണ് റിസപ്ഷൻ കമ്മിറ്റി. മനോഹരമായ സ്വീകരണ മുറിയും ഇവിടെ എത്തുന്നവർക്ക് ലഘുഭക്ഷണവും ഒരുക്കിയിട്ടുണ്ടെന്ന് റിസപ്ഷൻ കമ്മിറ്റി. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം ഇവിടെ പയ്യന്നൂരിൻ്റെ മണ്ണിൽ നടക്കുമ്പോൾ അതിൻ്റെ തനതായ രീതിയിൽ ആതിഥ്യമര്യാദയോടുകൂടി തന്നെ ഇവിടെ ഒക്കെയും റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ സംഘാടകർ. എടുത്തു പറയേണ്ട ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് റിസപ്ഷൻ കമ്മിറ്റിയാണ്. റിസപ്ഷൻ കമ്മിറ്റി ഒരു ഒഫീഷ്യലി ലുക്ക് കൊടുത്തുകൊണ്ടാണ് ഇപ്രാവശ്യം റിസപ്ഷൻ കമ്മിറ്റിയുടെ എല്ലാ പരിപാടികളും അവരെല്ലാ രീതിയിലും തന്നെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ റിസപ്ഷൻ കമ്മിറ്റിയുടെ തൊട്ടടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാവും. ഒരു അലങ്കരിച്ച് തന്നെ ഒരു അട്രാക്ഷൻ ഉള്ള രീതിയിലാണ് കമ്മിറ്റി ഓഫീസ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും അവർ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു. നമ്മുടെ ഈ ഒരു റിസപ്ഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ മറ്റെവിടെയും കണ്ടിട്ടില്ലാത്തൊരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏകദേശം 7 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഈ പയ്യന്നൂരിൻ്റെ മണ്ണിൽ ഈ ഇങ്ങനൊരു കലോത്സവ മാമാങ്കം വന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രൗഢിയോടുകൂടി തന്നെ പയ്യന്നൂർക്കാരൊക്കെയും തന്നെ അതിനെ ആ രീതിയിലാണ് ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഒരു കലോത്സവത്തിന് വേദി ഒരുക്കിയിട്ടുള്ളത്, ഈ മണ്ണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ റിസപ്ഷൻ കമ്മിറ്റിയുടെ പ്രത്യേകതയൊക്കെയും റിസപ്ഷൻ കമ്മിറ്റീൻ്റെ ചുമതലയുള്ളവരോട് തന്നെ ചോദിച്ചറിയുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ചെയർമാൻ, റിസപ്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ C. ജയ മാമിനോട് തന്നെ നമുക്ക് ചോദിക്കാം. പയ്യന്നൂരിൻ്റെ ഒരു പൈതൃകം അനുസരിച്ചുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു സ്വീകരണം നമ്മൾ ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റിനെയും എല്ലാ തരത്തിലും പരിഗണിച്ചുകൊണ്ട് നല്ലൊരു സ്വീകരണം തന്നെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു പരാജയം അല്ലെങ്കിൽ ഒരു വീഴ്ച നമ്മൾ പറയില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സംഘാടനം എന്ന് ഈ റിസപ്ഷൻ കമ്മിറ്റിയെ ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട MLA ഇതിൻ്റെ ആധികാരികമായിട്ട് ഇതിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ മികച്ച സംഘാടനം തന്നെയാണ് പയ്യന്നൂരിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അതിൽ മുഴുവൻ ജനപ്രതിനിധികളും അതുപോലെ പൊതുപ്രവർത്തകരും എല്ലാവരും ടീച്ചേഴ്സും അടക്കം ഏറ്റവും മനോഹരമായിട്ട് ഓരോ സംഘാടനത്തിലും അതിപ്പോൾ റിസപ്ഷൻ കമ്മിറ്റി ആയാലും നന്നായിട്ട് അലങ്കരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ബാക്കി ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മുജീബ് മാഷ് കൺവീനർ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആധികാരികമായിട്ട് സംസാരിക്കും. ഏതായാലും വളരെ സന്തോഷമുണ്ട്.
പിന്നെ കൺവീനർ എന്ന നിലയിൽ ഇങ്ങനെ ഒരു റിസപ്ഷൻ കമ്മിറ്റി ഒരുക്കാൻ സന്തോഷമുണ്ട്. മാസീവ് സപ്പോർട്ട് പിന്നെ നമ്മുടെ ജയ മേഡത്തിനുണ്ട്. അതിൽ വേറെ ഒരു താല്പര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഒരു ടീം വർക്കാണ്. ഇതിൻ്റെ വിജയമെന്നുള്ളത് സ്ട്രോങ് ടീം വർക്കാണ്. അതെല്ലാവർക്കും പ്രചോദനമാവട്ടെ ഭാവിയിലെന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ റിസപ്ഷൻ കമ്മിറ്റിയിൽ ഈ ഒരു സോഫ സെറ്റ് അലങ്കാരമല്ലാതെ ഇവിടെ നമ്മുടെ കോഫി മെഷീൻസ് ഒക്കെ റെഡിയാണെന്നൊക്കെ കേട്ടു. പൊതുവെ മെഷീൻ റെഡി ആയതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല. ഏത് സമയത്ത് ചായ ചൂടോടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല പിന്നെ കാപ്പിയുണ്ട്. എല്ലാവരും വളരെ സന്തോഷമാണ്. പിന്നെ അത് സ്പോൺസർ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്ത് പിന്നെ ഫാറൂഖ് മെട്രോ ആണ്. പിന്നെ മറ്റ് കുറച്ച് കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് ഉണ്ട്, സഹായമുണ്ട്. മറ്റ് സ്ഥലത്ത് ജില്ലകളിൽ കിട്ടാത്ത സഹായമാണ് ഇപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ റിസപ്ഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ കൺവീനറും ചെയർമാനും ഒക്കെ പറഞ്ഞു ഫറൂഖ് മെട്രോനെ കുറിച്ച്. അപ്പോൾ ഈ റിസപ്ഷൻ കമ്മിറ്റി അംഗം കൂടിയായ ഫറൂഖ് സാറിന് പറയട്ടെ, എന്ത് തോന്നുന്നു നമ്മുടെ ഈ ഒരു കലോത്സവത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു റിസപ്ഷൻ കമ്മിറ്റി സെറ്റ് ചെയ്ത് വെച്ചത് കാണുമ്പോൾ? വളരെ സന്തോഷം. ഞാൻ കമ്മിറ്റിയിലുള്ള മെമ്പർ തന്നെയാണ്. അപ്പോൾ നമ്മളെ ജയ മാഡവും മുജീബ് മാഷും പറഞ്ഞതനുസരിച്ച് നമുക്ക് റിസപ്ഷൻ കമ്മിറ്റിയാണ് നമുക്ക് കിട്ടിയത്. അപ്പം അത് മീറ്റിങ്ങിൽ തന്നെ ഞാൻ നന്നാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് പഞ്ഞൂരൊരു ആദ്യത്തെ മര്യാദയുണ്ട്, അത് നമ്മൾ പാലിച്ചെന്നേ ഉള്ളൂ. അതിനനുസരിച്ച് ഇവിടെ നല്ല നീറ്റാക്കി നല്ല രീതിയിൽ സെറ്റ് ചെയ്തു. വരുന്ന അതിഥികൾക്ക് നമ്മൾ കോഫി, ചായ, സ്നാക്സ് ഫുൾ ടൈം കൊടുക്കുന്നുണ്ട്. അതുപോലെ വെള്ളം കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ വെച്ചാൽ നമ്മൾ മുമ്പിൽ തന്നെ ഒരു ആംബുലൻസ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ആംബുലൻസ് 1-2 പ്രാവശ്യം കൊണ്ടുപോയി. അതിന് ആംബുലൻസും അതിൻ്റെ സർവീസിന് ഒരാളെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ വന്നു തന്നെ എല്ലാ വിസിറ്റേഴ്സും എല്ലാവരും പറയാറുണ്ട്, കാരണം ഇതൊരു കല്യാണ വീടാണോ എന്ന് അവർക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം അതിന് നമ്മുടെ ഈ സംഘാടക കൺവീനറും ചെയർമാനും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത്രയും നല്ലൊരു ഇതിലേക്ക് വന്നത്. അതിന് എല്ലാവർക്കും ഈ കമ്മിറ്റിൻ്റെ എല്ലാവരും അതിന് പൂർണ്ണമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. ഇവിടെ കലോത്സവ നഗരിയിൽ നിന്നും നെറ്റ്വർക്ക് ചാനലിന് വേണ്ടി ക്യാമറ പേഴ്സൺസ് അഗ്നിവേഷനും നികേഷ് താവത്തിനുമൊപ്പം ചാന്ദിനി. ജില്ലാ കലോത്സവത്തിന്റെ മുഖ്യവേദിയായ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിലാണ് ട്രോഫി സെന്റർ ഒരുക്കിയിരിക്കുന്നത്. ആകർഷകവും വ്യത്യസ്തവുമായ ട്രോഫികൾ കാണാൻ നിരവധി പേരാണ് ട്രോഫി സെന്ററിൽ എത്തുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമായ സ്കൂൾ കലോത്സവത്തിൻ്റെ കണ്ണൂർ ജില്ലാ കലോത്സവം നമ്മുടെ ചരിത്ര നഗരിയായ പയ്യന്നൂരിൽ വെച്ച് നടക്കുകയാണ്. നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് സമ്മാനാർഹരെ കാത്തിരിക്കുന്ന നമ്മുടെ ട്രോഫികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ട്രോഫി സെൻറ്ററിലേക്കാണ്. ഇവിടെ നമ്മോടൊപ്പം ചേരാൻ നമ്മുടെ റിപ്പോർട്ടർ കൂടിയായ ചാന്ദിനിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർമാനും മറ്റു ഭാരവാഹികളൊക്കെ ഉണ്ട്. ചാന്ദിനി, എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയാനുള്ളത്? നികേഷ് ചേട്ടാ, ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ അടയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഇവർ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ട്രോഫികളൊക്കെയും തന്നെ വിദ്യാർത്ഥികളൊക്കെയും ഓരോ മത്സരാർത്ഥികളും ഓരോ മത്സരങ്ങളും കഴിഞ്ഞ് തീരുമ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് 1ാം സ്ഥാനം കിട്ടുക, അതിനെ സംബന്ധിച്ച് അതിനുശേഷം ട്രോഫി കിട്ടുക, അതൊക്കെ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ട്രോഫി കമ്മിറ്റിയാണ് ഇവിടെ ട്രോഫി ഒക്കെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഏത് രീതിയിലാണ്, വിദ്യാർത്ഥികൾക്കാണോ സ്കൂളിനാണോ എത്തരത്തിലാണ് ഈ ട്രോഫികൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ട്രോഫി കമ്മിറ്റിയോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലതല്ലേ? ഈ ട്രോഫി ഗാലറിയിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ നിരവധി വർഷങ്ങളിലായി എവർ റോളിംഗ് ട്രോഫികൾ എന്നുള്ള നിലയിലൊക്കെ വിവിധ ഇനങ്ങളിൽ നൽകിയിരിക്കുന്ന ട്രോഫികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓരോ ജില്ലാ കലോത്സവങ്ങൾ നടക്കുമ്പോഴും മുൻ വർഷത്തെ വിജയികൾ അതെല്ലാം ഇവിടെ ഏൽപ്പിക്കുകയും അതെല്ലാം ഡിസ്പ്ലേ ചെയ്ത് ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ട്രോഫി കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം. ആ ട്രോഫി കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം നടത്തുന്നതാണ്. സ്കൂളുകൾക്ക് പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് റോളിംഗ് ട്രോഫികൾ കൊടുക്കുക. 1ാം സ്ഥാനം 2ാം സ്ഥാനം എന്നുള്ള നിലയിൽ റോളിംഗ് ട്രോഫികൾ കൊടുക്കുക. ഈ റോളിംഗ് ട്രോഫികൾ എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ജില്ലാതലത്തിലുള്ള ട്രോഫികൾ. അത് പ്രധാനമായും സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കേരള സ്പീക്കർ ആണ് അത് വിതരണം ചെയ്യുക. പറഞ്ഞു വന്നത് ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞാൻ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തിരുന്നു. അന്നത്തെ കാലത്ത് 1ാം സമ്മാനം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഈ ട്രോഫിയും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അടുത്ത കാലത്ത് അതുകൂടി അത് നമുക്ക് എപ്പോഴും ഒന്ന് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലേ സാറേ, എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ട്രോഫി കൂടി നൽകുകയാണ്. അംഗീകരിക്കപ്പെടാനും ആദരിക്കപ്പെടാനുമുള്ള ആഗ്രഹം എല്ലാവരിലും ഉണ്ടാവും, പ്രത്യേകിച്ച് കുട്ടികളിൽ. അപ്പോൾ കൗമാരപ്രായത്തിലെ ഒരു കലോത്സവ വേദിയിൽ വെച്ച് ഞങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഈ പ്രാവശ്യം KSTC കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് സെൻറ്റർ എന്ന സംഘടനയാണ് ഈ ട്രോഫി ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഭംഗിയായി നല്ല നിലയിൽ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
അതെ, ഇവർ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ കലോത്സവം തീരാൻ ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇനി മറ്റ് മത്സരങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് അല്ലേ നികേഷ് ചേട്ടാ? അതെ, അപ്പോൾ നമ്മൾ ഏതായാലും ട്രോഫി കമ്മിറ്റിയുടെ പ്രവർത്തനം ഏറെ മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ക്യാമറമാൻ അഗ്നിവേഷിനോടൊപ്പം ചാന്ദിനി, നികേഷ് താവോ. കേരളത്തിന്റെ പ്രാചീന കലാരൂപങ്ങളിൽ ഒന്നാണ് നങ്ങ്യാർകൂത്ത്. മത്സരാർത്ഥികളെല്ലാം തന്നെ മികച്ച പ്രകടനമാണ് വേദിയിൽ കാഴ്ചവെച്ചത്. ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള കൂത്തമ്പലങ്ങളിലാണ് നങ്ങ്യാർകൂത്ത് അരങ്ങേറുന്നത്. നമ്പ്യാർ തറവാടുകളിലെ സ്ത്രീകളാണ് നങ്ങ്യാർമാരായി വേഷമിട്ടിരുന്നത്. കൂടിയാട്ടത്തിന് സമാനമായ സ്ഥാനം നങ്ങ്യാർകൂത്തിനും നൽകി പോന്നിരുന്നു. ചുവടുകൾ, സ്വരം, നേത്രാഭിനയം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഇന്ന് ഇത് പഠിപ്പിക്കുകയും മത്സരങ്ങളിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നായി പരിമിതപ്പെട്ടു പോയിരിക്കുന്നു. പുരാണ കഥയാണ് ആധാരമായി എടുക്കുന്നത്. അതുകൊണ്ടുതന്നെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോട് ഈ കല മുഖം തിരിച്ചു നിൽക്കുന്നു. മത്സരാർത്ഥികൾ മികച്ച രീതിയിലാണ് അവതരണം നടത്തുന്നതെന്ന് തിരുവനന്തപുരം മാർഗിയിൽ നിന്ന് ബിരുദമെടുത്ത അശ്വതി ടീച്ചർ പറയുന്നു. പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കാണിക്കുക. പൂതനാമോക്ഷം, നരസിംഹാവതാരം, അക്രൂരഗമനം, പിന്നെ കാളിയമർദ്ദനം, കംസവധം. ഇന്നിപ്പോൾ ഇവിടെ പുതിയ ഒരു അവതരണവും കൂടി ചെയ്യുന്നുണ്ട്, വരാഹാവതാരം. അപ്പം അങ്ങനെയുള്ള അവതരണങ്ങളാണ് അവതരിപ്പിച്ച് വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നാടകങ്ങൾ അതിന്റെ പ്രമേയത്തിന്റെ വ്യത്യസ്തത കൊണ്ടുതന്നെ ശ്രദ്ധേയമായ കാഴ്ചയാണ് കലോത്സവത്തിൽ കണ്ടത്. ഭാവിയിൽ പണച്ചിലവേറിയ ഒന്നായി ഈ രംഗം മാറുമോ എന്നും സംവിധായകർ ആശങ്കപ്പെടുന്നു. കലോത്സവത്തിൽ അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങൾ പ്രമേയത്തിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. നാട്ടിൽ നാടകങ്ങൾ തിരിച്ചു വന്നതോടെ അതിന്റെ പ്രതിഫലനം മത്സരത്തിൽ പങ്കെടുത്ത നാടകങ്ങളിലും കാണാമായിരുന്നു. കുട്ടികളുടെ അഭിനയവും മികച്ചതായി എന്ന് സംവിധായകനായ രവി ഏഴോം അഭിപ്രായപ്പെടുന്നു. കുട്ടികളുടെ നാടകവേദിയിൽ സാമ്പത്തികം വലിയൊരു പ്രശ്നമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ സാമ്പത്തിക ചെലവോടുകൂടിയുള്ള സെറ്റ് വെച്ചുകൊണ്ടുള്ള നാടകങ്ങൾ വരുന്നൊരു പ്രവണതയാണ് പുതിയ കാലത്തുള്ളത്. അതിൽ അതിൻ്റെ ഗുണവുമുണ്ട് ദോഷമുണ്ട്. ഒന്ന്, അത്തരം നാടകങ്ങൾക്കിടയിൽ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലെ നാടകങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഏതായാലും നാടകം, കുട്ടികളുടെ നാടകരംഗം അല്ലെങ്കിൽ നാടകരംഗം ശോഭനം തന്നെയാണ്. അതിന് നല്ല ഭാവിയുണ്ട് എന്നാണ് ഈ നാടക മത്സരത്തിലൂടെ പൊതുവായി ബോധ്യപ്പെടുന്ന ഒരു കാര്യം. ഏറെ പണച്ചിലവേറിയ ഒന്നായി നാടകം മാറിയ കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഭാവിയിൽ പാവപ്പെട്ട കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാനാകാത്ത വിധം പണച്ചെലവ് ഏറുമെന്നും പലരും അഭിപ്രായപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഞ്ചവാദ്യം ഹയർ സെക്കൻഡറി മിക്സഡ് വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി കണ്ണൂർ സെന്റ് മൈക്കിൾസ്. കേരളത്തിന്റെ തനത് വാദ്യകളിയിൽ മികച്ച പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെച്ചത്. അതായത് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി ചോദിക്കുകയാണ്, എന്തൊക്കെ ഉപകരണങ്ങളാണ് നമ്മുടെ ഈ പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ്? അല്ലേ? അപ്പോൾ ഈ വാദ്യോപകരണങ്ങളൊക്കെ എത്ര കാലമായി പഠിക്കുന്നു? ചാന്ദിനി, കലോത്സവത്തിന് വേണ്ടിയിട്ട് ഇവർ പരിശീലിച്ചാണെന്ന് പറഞ്ഞത്.
ഒക്കെ ആ ഒരു ഹാങ് ഓവർ തീർന്നത് പോലെയുണ്ട്. അത്രയ്ക്കുണ്ട് ഇവരുടെ ആ ഒരു ഷോ. എന്തായാലും തലസ്ഥാന നഗരിയിൽ പോകാനുള്ള ഒരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ്. കപ്പ് കണ്ണൂർ അടിക്കുന്ന കാര്യത്തിൽ തീർച്ചയാണ് കേട്ടോ. അല്ലേ, കപ്പ് കണ്ണൂർ അടിക്കൂലേ? കണ്ണൂർ അടിക്കണം. അപ്പോൾ ഇവിടെ കലോത്സവ നഗരിയിൽ മത്സരങ്ങളൊക്കെയും തകർത്തുകൊണ്ടിരിക്കുമ്പോൾ കലോത്സവ നഗരിയിൽ നിന്നും അഗ്നിവേശനവും നികേഷ് സാവത്തിനുമൊപ്പം ചാനൽ. പയ്യന്നൂരിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സ്റ്റെപ്സ് നവീനമായ സമീപനമായി കലോത്സവ നഗരിയിലുണ്ട്. പൂർണ്ണമായും വിദ്യാർത്ഥികൾ തന്നെ കൈകാര്യം ചെയ്യുന്ന ഈ പവലിയനിൽ എത്തിയാൽ രണ്ടാം ബർദോളി എന്ന വിളിപ്പേരുള്ള പയ്യന്നൂരിലെ സ്വാതന്ത്ര്യസമരത്തിന്റെ ജ്വലിക്കുന്ന അവശേഷിപ്പുകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് ഈ കുട്ടികൾ വിവരിച്ചു നൽകും. പയ്യന്നൂരിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സ്റ്റെപ്സ് നവീനമായൊരു സാന്നിധ്യമായി കലോത്സവ നഗരിയിലുണ്ട്. പൂർണ്ണമായും വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ പവലിയന്റെ എല്ലാ കൈകാര്യങ്ങളും ചെയ്യുന്നത്. വരുന്നവർക്ക് ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ടൊക്കെയും അവരവരുടെ കൃത്യമായ പങ്ക് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. വലിയ ജനകീയ ഉത്സവമായിട്ടാണ് ജില്ലാ യുവജനോത്സവം പയ്യന്നൂരിലെ 16ഓളം വേദികളിലായി നടന്നു വരുന്നു. ഈ ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ കുഞ്ഞിരാമൻ അടിയോടിയുടെ പേരിലുള്ള സ്മരണയ്ക്കുള്ള സ്കൂളാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള പയ്യന്നൂരിൻ്റെ കൗമാര പോരാളിയാണ് കുഞ്ഞിരാമൻ അടിയോടി. പയ്യന്നൂർ സ്കൂളെന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ഷെണായി പഠിച്ചിട്ടുള്ള സ്കൂളാണ്. യൂണിയൻ ജാക്കിന് പകരം ത്രിവർണ്ണ പതാക കൊടിമരത്തിൽ കയറ്റി ബ്രിട്ടീഷുകാരനായിട്ടുള്ള വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ വരുമ്പോൾ പ്രതിഷേധത്തിൻ്റെ മഹാഗോപുരം തീർക്കുകയും അതുവഴി സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തിട്ടുള്ള വലിയ പോരാളികളുടെ ചരിത്രമുണ്ട് ഈ സ്കൂളിൽ. ഇതിന് ചുറ്റുമുള്ള വിവിധങ്ങളായ ചരിത്ര സ്മാരകങ്ങൾ. ഇതിന് തൊട്ടാണ് സ്വാമി ആനന്ദതീർത്ഥൻ്റെ ആശ്രമം, ഗാന്ധിമാവും അതുപോലെ തന്നെ ഗാന്ധി സ്മൃതിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കേന്ദ്രമാണ്. ഇതിനോട് ചേർന്ന് കേരളത്തിലെ ഏക ഗാന്ധി സ്മൃതി മ്യൂസിയം ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് ഒരു 100 മീറ്റർ അപ്പുറത്താണ്. ഉളിയത്ത് കടവ് ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ ഈ വീഥികൾ രണ്ടാം ബർദോളി എന്നാണ് പയ്യന്നൂർ സ്വാതന്ത്ര്യ സമരത്തിൽ രേഖപ്പെടുത്തുന്നത്. കയ്യൂരും കരുവള്ളൂരും അതുപോലുള്ള പോരാട്ട ഭൂമികൾ ഇതിൻ്റെ പാർശ്വങ്ങളിലുള്ള ഐതിഹാസികമായ ജനകീയ പോരാട്ടങ്ങളുടെ കേന്ദ്രമാണ്. അങ്ങനെയെല്ലാമുള്ള പയ്യന്നൂരിനെ എങ്ങനെയാണ് കൃത്യമായിട്ട് ആളുകളിലേക്ക് അടയാളപ്പെടുത്തി കാണിക്കാൻ പറ്റുക? പയ്യന്നൂരിൽ വരുമ്പോൾ കാണേണ്ടത്, അറിയേണ്ടത് ഇന്നലെകളുടെ ചരിത്രം, അതോടൊപ്പം തന്നെ വർത്തമാനകാലത്ത് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവേണ്ട ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ, ഇതെല്ലാം നൽകുന്നതിന് വേണ്ടി പയ്യന്നൂരിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സ്റ്റെപ്സിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ തന്നെ കൈകാര്യം ചെയ്യുന്നൊരു സ്റ്റാള് ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അത് എല്ലാവരും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ വലിയ നിലയിൽ അതിനെ പ്രയോജനകരമാവുന്ന നിലയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ നിലയിൽ അത് എല്ലാവരും നന്നായി പ്രയോജനപ്പെടുത്തണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വടക്കേ അറ്റത്താണ് നമ്മുടെ പയ്യന്നൂർ ഉള്ളത് എന്നുകൊണ്ട് തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്കായി എന്താണ് പയ്യന്നൂർ, രണ്ടാം ബർദോളി എന്ന വിളിപ്പേരുള്ള പയ്യന്നൂരിന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജ്വലിക്കുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ് എന്നൊക്കെയും പറഞ്ഞു നൽകുകയാണ് ഈ വിദ്യാർത്ഥികൾ. ഗാന്ധി സ്മൃതി മന്ദിരത്തെക്കുറിച്ചും ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബാക്കി പത്രങ്ങളായിട്ട് എല്ലാ ഇടങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരണമാണ് ഈ വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്ന, ഈ പവലിയിൽ എത്തുന്ന ഓരോരുത്തർക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മഹത്തായ കാര്യം തന്നെയാണ്, വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല ഇവർ ചെയ്യുന്ന ഈ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. മറ്റു വാർത്തകളിലേക്ക്. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ സെന്റ് പോൾ സ്കൂൾ റോഡിലേക്ക് വാടക ക്വാർട്ടേഴ്സിൽ നിന്നും മലിനജലം ഒഴുക്കിവിട്ടത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കെട്ടിട ഉടമയെ വിളിച്ചുവരുത്തി ജനങ്ങളുടെ പരാതിക്ക് പരിഹാരം കാണാൻ ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെ സെന്റ് പോൾ സ്കൂളിലേക്കുള്ള പഞ്ചായത്ത് റോഡിലേക്കാണ് മെട്ടമ്മലിലെ പ്രവാസിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിലെ മലിനജലം ഒഴുക്കിവിട്ടത്. ദിവസങ്ങളായി പുറത്തേക്ക് ഒഴുകിയിറങ്ങിയ മലിനജലം റോഡിൽ കെട്ടിക്കിടന്നുണ്ടായ ദുർഗന്ധം സ്കൂൾ വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രക്കാർക്കും ദുരിതമായി തീർന്നിരുന്നു. ബുധനാഴ്ച രാവിലെ ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരെയും ആരോഗ്യ പ്രവർത്തകരെയും വിവരമറിയിച്ചതോടെ അവർ സ്ഥലത്തെത്തി
ക്വാർട്ടേഴ്സ് ഉടമയെ വിളിച്ചു വരുത്തുകയായിരുന്നു. മലിനജല സംഭരണി ഉയർത്തിക്കെട്ടി മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് തടഞ്ഞില്ലെങ്കിൽ കടുത്ത നിയമ നടപടിയെടുക്കുമെന്ന് തൃക്കരിപ്പൂർ പഞ്ചായത്ത് അധികൃതരും ഉടുമ്പൻതല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെയും പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ അവഗണനയുടെ നേർചിത്രമായി ഗാന്ധിജി. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദിക്ക് സമീപമാണ് ഗാന്ധിജിയുടെ ചിത്രം വികൃതമായിരിക്കുന്നത്. കലോത്സവ വേദിക്കരികിൽ അവഗണനയുടെ നേർചിത്രമായി ഗാന്ധിജിയുടെ ചിത്രം. കലോത്സവം നടക്കുന്ന പയ്യന്നൂരിലെ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദിക്ക് സമീപത്തായാണ് ചർക്കയിൽ നൂൽ നൂൽക്കുന്ന ഗാന്ധിജിയുടെ ചിത്രം പെയിന്റുകൾ ഇളകി വികൃതമായിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ തൊട്ടടുത്ത മതിലിലെ കേരളത്തനിമ വിളിച്ചോതുന്ന ചിത്രങ്ങൾ പെയിന്റിംഗ് നടത്തി വൃത്തിയാക്കിയിട്ടുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഒന്നര പതിറ്റാണ്ടിനു ശേഷം ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ 26 മുതൽ 30 വരെ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രചരണ ഭാഗമായി നാടുണർത്താനായി വിവിധ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് നടന്നു. ഉദിനൂർ സ്കൂളിൽ നിന്നും ചെമ്മനാട് സ്കൂളിൽ നിന്നുമായി ആരംഭിച്ച കലോത്സവ പ്രചരണ യാത്ര വൈകുന്നേരത്തോടെ സമാപിച്ചു. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ചെമ്മനാട് CJHSലെയും 40 വീതം കുട്ടികളാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. ആവേശം സിനിമയിലെ രംഗണ്ണന്റെ അംബാനി എന്ന് തുടങ്ങുന്ന ഡയലോഗുകളും സലിംകുമാറിന്റെ നർമ്മപ്രയോഗങ്ങളും കൂട്ടിച്ചേർത്തുള്ള പാട്ടുകൾക്കനുസൃതമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ നൃത്തച്ചുവടുകൾ വെച്ചു. ജില്ലയിലെ തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, കയ്യൂർ, ചീമേനി, പിലിക്കോട്, ചെമ്മനാട്, ചെർക്കള തുടങ്ങിയ പഞ്ചായത്തുകളിലെ ഗ്രാമീണ കവലകളിലും കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം തുടങ്ങിയ നഗരങ്ങളിലും വിദ്യാർത്ഥി സംഘങ്ങൾ കലോത്സവ വരവറിയിച്ചു. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഫ്ലാഷ് മോബ് പ്രിൻസിപ്പൽ PV ലീന, പ്രധാന അധ്യാപിക KV സുബൈദ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. VV സുരേശൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ KV സത്യൻ, പ്രചരണ കമ്മിറ്റി ചെയർമാൻ വിജിൻദാസ് കിനാത്തിൽ, കൺവീനർ റഷീദ് മൂപ്പന്റകത്ത്, VV സുനിൽകുമാർ, PV മനുരാജ്, നജീബ് കല്ലമ്പലം, K അഷറഫ്, K സന്ദീപ, B വിൽസൺ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എരമം വില്ലേജിലെ മാതമംഗലം ദേശത്ത് അനധികൃതമായി ചെങ്കല്ല് ഖനനം നടത്തി കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന 5 ലോറികൾ എരമം വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തു. പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ ലോറികൾ ഏൽപ്പിച്ചു. എരമം വില്ലേജിൽ മാതമംഗലത്ത് അനധികൃതമായി ചെങ്കൽ ഖനനം നടത്തി കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന 5 ലോറികൾ എരമം വില്ലേജ് ഓഫീസർ MV വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്ത പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ജീവനക്കാരായ രമേശൻ V, സന്തോഷ് CK, ഷിനോജ് PV എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ഡിസംബർ 5 നടക്കുന്ന സംയുക്ത ചുമട്ടുതൊഴിലാളി പണിമുടക്കിനും കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ചും സംഘടിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി സംയുക്ത ചുമട്ടുതൊഴിലാളി കൺവെൻഷൻ നടന്നു. പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി നിയമം അപാകതകൾ പരിഹരിച്ച് നടപ്പിലാക്കുക, ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ NFSAയിൽ അംഗീകരിച്ച കൂലി വർധനവ് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ 5 സംയുക്ത ചുമട്ടുതൊഴിലാളി പണിമുടക്കും കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ചും സംഘടിപ്പിക്കുന്നു. ഇതിനു മുന്നോടിയായി പയ്യന്നൂർ കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയൻ കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിലും ചെറുതും വലുതുമായ പട്ടണങ്ങൾ ചുമട്ടുതൊഴിലാളികൾ
പണിയെടുക്കുന്നുണ്ട്. പക്ഷെ ഒരു സംസ്ഥാനത്തിനകത്തും ചുമട്ടുതൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നിയമം കേരളമൊഴികെ കൊണ്ടുവന്നിട്ടില്ല എന്നതാണ്. കേരളത്തിലാണ് ചുമട്ടുതൊഴിലാളികൾക്ക് വേണ്ടി ഒരു നിയമം കൊണ്ടുവരാൻ ഗവൺമെന്റ് തയ്യാറായത്. എ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. കെ എം ഷാജി, കെ ശൈലേഷ്, കെ മോഹനൻ, യു വി രാമചന്ദ്രൻ, ടി ടി രാജൻ, വി വി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്വാമി ആനന്ദതീർത്ഥരുടെ 37ാം സമാധി വാർഷിക ദിനാചരണം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്നു. അരുവിപ്പുറം മഠം സെക്രട്ടറി ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. സ്വാമി ആനന്ദതീർത്ഥരുടെ 37ാം സമാധി വാർഷിക ദിനാചരണം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ച് വിവിധ പരിപാടികളോടെ നടന്നു. രാവിലെ വിശേഷാൽ പൂജയോടെയും പ്രാർത്ഥനയോടെയുമാണ് പരിപാടികൾക്ക് തുടക്കമിട്ടത്. അരുവിപ്പുറം മഠം സെക്രട്ടറി ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് ആനന്ദതീർത്ഥ സ്വാമിജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ മുൻപിലുള്ളത് ഈ ചടങ്ങിന് പങ്കെടുക്കുവാൻ സാധിച്ചതും ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. 2-3 പ്രാവശ്യം ഇവിടെ നിങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തന്നെ ഞാനിവിടെ വന്ന് പോയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്വത്തിൽ ആകർഷനായിട്ടാണ് അനന്ത ക്ഷേനായി ആനന്ദതീർത്ഥരായിട്ട് മാറുന്നത്. സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് പ്രസിഡന്റ് ടി വി വസുമിത്രൻ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തക ധന്യാരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ പി ദാമോദരൻ, പയ്യന്നൂർ താലൂക്ക് തഹസീൽദാർ ടി മനോഹരൻ, വി മണികണ്ഠൻ മാസ്റ്റർ, കെ കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന കുടിവെള്ളം ശുദ്ധീകരിക്കുന്ന പ്രവർത്തനം ആരോഗ്യവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ ഊർജിതമാക്കി. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും പരിസരത്തെ വീടുകളിലേതുമായി 30-ൽ പരം കിണറുകൾ അണുവിമുക്തമാക്കി. നവംബർ 26 മുതൽ 30 വരെ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കലാപ്രതിഭകൾക്കും അനുഗമിക്കുന്നവർക്കും സംഘാടകർക്കും ഉൾപ്പെടെ ഭക്ഷണം, അനുബന്ധ കാര്യങ്ങൾ എന്നിവയ്ക്കായി ശുദ്ധമായ വെള്ളം ഉപയോഗിക്കുക എന്ന ലക്ഷ്യവുമായാണ് ആരോഗ്യ പ്രവർത്തകർ ക്ലോറിനേഷൻ നടത്തിയത്. പടന്ന ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കുടിവെള്ള ശുദ്ധീകരണ പരിപാടിയുടെ ഉദ്ഘാടനം ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ ചന്ദേര നിർവഹിച്ചു. വാട്ടർ ബോൺ ഡിസീസ്, വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെൽ ക്ലോറിനേഷൻ പരിപാടി നമ്മളിന്ന് സംഘടിപ്പിക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ പി വി ലീന അധ്യക്ഷത വഹിച്ചു. കലോത്സവം പ്രോഗ്രാം കൺവീനർ കെ വി സത്യൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ടി അബ്ദുൾ സലീം, എം ഡി സീമ, പ്രസാദ് കണ്ണോത്ത് എന്നിവർ സംസാരിച്ചു. ആശാവർക്കർമാർ ഉൾപ്പെടെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കല്ലഞ്ചിറ വയലിൽ 10 ഏക്കറിൽ കൃഷിയിറക്കി കാങ്കോൽ സർവീസ് സഹകരണ ബാങ്ക്. നടിലുദ്ഘാടനം ടി ഐ മധുസൂദനൻ MLA നിർവഹിച്ചു. കാങ്കോലിന്റെ കാർഷിക പെരുമ വീണ്ടെടുക്കുവാനുള്ള യജ്ഞത്തിലാണ് കാങ്കോൽ സർവീസ് സഹകരണ ബാങ്ക്. ഇതിന്റെ ഭാഗമായി വടശ്ശേരി കല്ലഞ്ചിറ വയലിൽ 10 ഏക്കർ സ്ഥലത്താണ് ബാങ്ക് നെൽകൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 7 ഏക്കറിൽ നെൽകൃഷി ചെയ്തിരുന്നു. അത് അരിയാക്കി കാങ്കോലിന്റെ സ്വന്തം ഉൽപ്പന്നമായി വിതരണം നടത്തുകയും ചെയ്തിരുന്നു. ഈ വർഷം കൃഷി കൂടുതൽ ഏക്കറിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നാടിന്റെ ആവശ്യത്തിലേക്ക് വേണ്ട ശുദ്ധമായ അരി ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് എത്തുകയാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. നടിലുത്സവം ടി ഐ മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പുലി ഇറങ്ങിയിരിക്കുന്നതൊക്കെയുള്ള വാർത്ത വരുന്നു. സ്കൂളിൽ കുട്ടികൾ പോകാൻ മടിക്കുന്ന ഒരു നില ഉണ്ടാവുന്നതായിട്ട് ചിലയിടങ്ങളിൽ നിന്ന് വരുന്നു. ചിലത് പുലിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഫോറസ്റ്റ് അധികൃതർ പറയുന്നുണ്ട്. ഇതെല്ലാം വരുമ്പോഴും അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ് നമ്മുടെ ഒരു പ്രകൃതിയും ഇതിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നൊക്കെയുള്ളത് മറ്റൊരു വിഷയമാണ്. ഏതായാലും ഈ കൃഷി കീടബാധയില്ലാതെ മറ്റ് രീതിയിൽ പന്നിയോ മറ്റെന്തെങ്കിലും മയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികളോ വന്ന് നശിപ്പിക്കാത്ത നിലയിലുള്ള ജാഗ്രതയോടുകൂടി
ഇത് പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സിദിൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പത്മിനി, കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി മെമ്പർ P ശശിധരൻ, ബാങ്ക് സെക്രട്ടറി KP രതി, ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി മുരളി മാസ്റ്റർ, P രാധാകൃഷ്ണൻ, NK ഗംഗാധരൻ മാസ്റ്റർ, K ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മാത്തിൽ സ്കൂൾ NSS വളണ്ടിയർമാർ, അധ്യാപകർ, സഹകാരികൾ തുടങ്ങിയവർ നടീലോത്സവത്തിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിവിധ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃക്കരിപ്പൂർ മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി വിജയോത്സവം നടത്തി. ശില്പിയും കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗവുമായ ഉണ്ണിക്കാനായി ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ഉപജില്ലാതലത്തിൽ കായിക, ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര മേളകളിലും കലോത്സവത്തിലും മികച്ച നേട്ടം കൈവരിച്ച കുരുന്ന് പ്രതിഭകളെയാണ് വിജയോത്സവത്തിൽ പങ്കെടുപ്പിച്ചത്. ശില്പിയും കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗവുമായ ഉണ്ണിക്കാനായി വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പഞ്ചായത്ത് അംഗം KV കാർത്യായനി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക MV ഷൗജത്ത്, PTA പ്രസിഡന്റ് K പ്രഭേഷ് കുമാർ, SMC ചെയർമാൻ രാജൻ വൈക്കത്ത്, സീനിയർ അസിസ്റ്റന്റ് M സുജാത, രാഗി ബൈജു, PV ബാലകൃഷ്ണൻ, ഷിജിന സജിത്ത്, N സരിത, K സബിത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാവടികൾക്ക് ഇത് ഊരു ചുറ്റുന്ന കാലം. വൃശ്ചികം 1-നാണ് വടശ്ശേരി ശ്രീ സുബ്രഹ്മണ്യൻ കോവിലിൽ നിന്നും കാവടി സംഘം യാത്ര പുറപ്പെട്ടത്. വടശ്ശേരി ശ്രീ സുബ്രഹ്മണ്യൻ കോവിലിൽ നിന്നും വൃശ്ചികം 1-ന് പുറപ്പെട്ട കാവടി സംഘം ഊരു ചുറ്റുകയാണ്. കരിവെള്ളൂർ പലിയേരിക്കോവിലെത്തിയ കാവടി സംഘത്തെ വീടുകളിൽ ഭക്തിപുരസ്സരം സ്വീകരിച്ചു. കാൽനടയായാണ് സംഘം ഊരു ചുറ്റുന്നത്. സംഘത്തിൽ 12 പേരുണ്ട്. പെരളം, ചീമേനി, മാവുങ്കൽ, പറക്കളായി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഊരു ചുറ്റി വൃശ്ചികം അവസാനത്തോടെ കാവടി സംഘം വടശ്ശേരി കോവിലെത്തും. തുടർന്ന് കാങ്കോൾ, മാത്തിൽ എരമം, പ്രാപ്പോയിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഊരു ചുറ്റുകയും ധനുമാസം അവസാനത്തോടെ തിരികെ വീണ്ടും കോവിലെത്തിച്ചേരുകയും ചെയ്യും. ഊരുചുറ്റൽ നാളുകളിൽ പരമ്പരാഗതമായി താമസിക്കാറുള്ള വീടുകളിലാണ് കാവടി സംഘം വിശ്രമിക്കുക. വീടുകളിൽ നിന്നും ഇവർക്ക് ലഭിക്കുന്ന അരി ഉത്സവ നാളുകളിൽ നിർമാല്യമായി ഭക്തർക്ക് നൽകും. മകരം 2, 3 തീയതികളിൽ വടശ്ശേരി സുബ്രഹ്മണ്യൻ കോവിലിൽ നടക്കുന്ന ആണ്ടിയൂട്ടിനു ശേഷം സംഘം പഴനിക്ക് പുറപ്പെടും. K പ്രഭാകരൻ പൂജാരിയാണ് കാവടി സംഘത്തിന് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരിൽ നടക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ഗോത്രകലകൾ കലോത്സവ വേദിയിൽ എത്തിയപ്പോൾ കാണികൾ ആവേശപൂർവ്വം സ്വീകരിച്ചു. ജീവിതത്തോട് സഹനസമരം ചെയ്ത അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കലകൾ കൂടി കലോത്സവ വേദിയിൽ എത്തിയത് വിപ്ലവകരമായ മാറ്റം കൂടിയായി. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സംഘനൃത്തത്തിൽ ആതിഥേയരുടെ ആധിപത്യം. പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടിയത്. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ സെന്റ് പോൾ സ്കൂൾ റോഡിലേക്ക് വാടക ക്വാർട്ടേഴ്സിൽ നിന്നും മലിനജലം ഒഴുക്കിവിട്ടത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കെട്ടിട ഉടമയെ വിളിച്ചു വരുത്തി ജനങ്ങളുടെ പരാതിക്ക് പരിഹാരം കാണാൻ ആവശ്യപ്പെട്ടു. ഡിസംബർ 5-ന് നടക്കുന്ന സംയുക്ത ചുമട്ടുതൊഴിലാളി പണിമുടക്കിനും കണ്ണൂർ കളക്ടറേറ്റിലേക്ക് സംഘടിപ്പിക്കുന്ന മാർച്ചിനും മുന്നോടിയായി സംയുക്ത ചുമട്ടുതൊഴിലാളി കൺവെൻഷൻ നടന്നു. പയ്യന്നൂർ കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.